ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഷീ ഈസ് ടു ഗോ, ഷീ ഈസ് എബൌട്ട് ടു ഗോ ആൻഡ് ഷീ ഹാസ് ടു ഗോ. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ്. പലർക്കും ഇത് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും മലയാളം ട്രാൻസ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സിറ്റുവേഷൻ പറയാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഷീ ഈസ് ടു ഗോ, അത് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് ഷീ ഈസ് ടു ഗോ എന്ന് പറഞ്ഞാൽ? ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇനി ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ ആം ടു ഗോ എന്നാണ് പറയേണ്ടത്. ആം ആണ് അവിടെ ഉപയോഗിച്ചത്. യു, വി, ദേ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആർ ഉപയോഗിക്കാം. പിന്നെ ഹി, ഷീ അങ്ങനെയൊക്കെ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഷീ ഈസ് ടു ഗോ എന്ന് പറഞ്ഞാൽ? ഷീ ഈസ് ടു ഗോ എന്ന് പറഞ്ഞാൽ അവൾക്ക് പോകണം. അതവൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അവിടെ പോകണം എന്നത് അവളത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവൾക്കവിടെ പോകണം. ഇതുവരെ ആ പോകുക എന്നൊരു കാര്യം ഇപ്പോഴും ബാക്കിയാണ്. പോകാനുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഷീ ഈസ് ടു ഗോ. അത് സ്വയം തീരുമാനിക്കുന്നതാണ്. മനസ്സിലൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി തോന്നിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. വേറെ ആരും അത് ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നതല്ല. സ്വയം തീരുമാനിച്ച് ഉറപ്പിക്കുന്ന ഒരു കാര്യം. ഷീ ഈസ് ടു ഗോ. ഐ ആം ടു റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലെറ്റർ എഴുതണം. അത് ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. എനിക്കൊരു ലെറ്റർ എഴുതണം. അത് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. എന്നിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഐ ആം ടു റൈറ്റ് എ ലെറ്റർ. ഐ ആം ടു കുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം പാകം ചെയ്യണം. അതെനിക്ക് സ്വയം തോന്നുന്ന കാര്യമാണ്. ഷീ ഈസ് ടു ഗോ ടു ഡൽഹി. അവൾക്ക് ഡൽഹിയിൽ പോകണം. അവൾക്കത് പോകാനുണ്ട്. അത് അവൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഷീ ഈസ് ടു ഗോ ടു ഡൽഹി. അപ്പോൾ ആം ടു, ഈസ് ടു, ആർ ടു എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി ആണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെപ്പറ്റി. പക്ഷേ ഇതുവരെ അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ചെയ്യുക എന്ന ഒരു കാര്യം ബാക്കിയാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇത് സബ്ജക്റ്റ് ആണ് ആദ്യം. ഷീ ഈസ് ടു ഗോ. ഷീ ആണ് സബ്ജക്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. പിന്നെ ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഷീ ഈസ് എബൌട്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഷീ ഈസ് എബൌട്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണത് കാണിക്കുന്നത്. പെട്ടെന്ന് നടക്കാനിരിക്കുന്ന ഒരു കാര്യം. ഷീ ഈസ് എബൌട്ട് ടു കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവളിവിടെ എത്താം. ഷീ ഈസ് എബൌട്ട് ടു കം ഹിയർ. ഇവിടെ നോക്കൂ, ഷീ കഴിഞ്ഞിട്ട് ഈസ് ഉപയോഗിച്ചു. പിന്നെ എബൌട്ട് ടു ഗോ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം, ഈസ്, ആർ ഒക്കെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാം. ഐ ആം എബൌട്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ പുറപ്പെടും എന്നാണ് അതിനർത്ഥം. അത് കഴിഞ്ഞിട്ട് എബൌട്ട് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V1 ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. അപ്പോൾ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് എബൌട്ട് ടു. അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ബേസ് ഫോം. ഇനി ഷീ ഹാസ് ടു ഗോ എന്നാണെങ്കിൽ അതെന്താ അതിൻ്റെ മീനിങ്? ഷീ ഹാസ് ടു ഗോ എന്ന് പറയുമ്പോഴും അവൾക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ അവൾക്ക് പോകേണ്ടി വരും എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഇവിടെ ഹാസ് ടു ആണ് ഉപയോഗിച്ചത്. ഷീ ഹാസ് ടു ഗോ. ഐ ആയിരുന്നെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. യു, വി, ദേ ഒക്കെ ആണെങ്കിൽ ഹാവ് ടു തന്നെ ഉപയോഗിക്കാം. പക്ഷേ സിംഗുലർ സബ്ജക്ട്സുകളൊക്കെ ഹി, ഷീ അങ്ങനെയുള്ള സിംഗുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ നെയിമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് ടു ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ടു പ്ലസ് V1 ഫോം. പക്ഷേ ഇവിടെ മീനിങ് ഷീ ഹാസ് ടു ഗോ എന്ന് പറയുമ്പോൾ അത് പോകേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ നിർബന്ധിതരായി തീരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഹാസ് ടു ഉപയോഗിക്കാം. അപ്പോൾ ഷീ ഹാസ് ടു ഗോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ നിർബന്ധിതരായി തീരുന്നതാണ്. നമുക്ക് ഇഷ്ടമുണ്ടാവണം എന്നില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരാറില്ലേ? അതൊരു ബാധ്യതയാണ്.
എക്സ്റ്റേണലി, അതായത് പുറമേ നിന്ന് നമുക്കൊരു പ്രഷറുണ്ട് അത് ചെയ്യാൻ. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ അതർവൈസ് ടീച്ചർ വിൽ പണിഷ് മീ. ടീച്ചറിൻ്റെ അടുത്ത് പണിഷ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ട് മാത്രം പോകേണ്ടി വരുന്നതാണ് സ്കൂൾ. ചില മടിയന്മാരായ കുട്ടികൾ അങ്ങനെയല്ലേ, ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ അതർവൈസ് മൈ ടീച്ചർ വിൽ പണിഷ് മീ. അവിടെ പോകാൻ ഇഷ്ടമില്ലെങ്കിലും ചെയ്യുകയാണ്, പോകേണ്ടി വരുന്നു. അപ്പോൾ ഐ ആം ടു ഗോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഇൻറ്റേർണൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് തോന്നുന്നു, സ്വയം നമുക്ക് തോന്നുന്നതാണ്. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഐ ആം ടു സെൻഡ് മണി ടു മൈ പാരൻസ്. ഐ ആം ടു സെൻഡ്, അവിടെ നോക്കൂ, അത് നമുക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റുള്ളവർ നമ്മളോട് ഫോഴ്സ് ചെയ്തിട്ടല്ല, നമുക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യമാണ്. മണി സെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നതാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല ഇതുവരെ, അത് ചെയ്യണം. മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അത് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ അതർവൈസ് മൈ ടീച്ചർ വിൽ പണിഷ് മീ എന്ന് പറയുമ്പോൾ ടീച്ചർ പണിഷ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരുന്നതാണ്. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഹാവ് ടു ആണ് ഉപയോഗിച്ചത്. ഐ ആം എബൌട്ട് ടു ലീവ്, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടും എന്നതാണ്. പെട്ടെന്ന് തന്നെ, വെരി സൂൺ പുറപ്പെടാൻ നിൽക്കുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടും എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഷീ ഈസ് ടു ഗോ എന്ന് പറയുന്നതും ഷീ ഈസ് എബൌട്ട് ടു ഗോ എന്ന് പറയുന്നതും ഷീ ഹാസ് ടു ഗോ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു.